ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മുടെ തൊടിയിലൊക്കെ കാണുന്ന ഞൊട്ടങ്ങ അല്ലെങ്കിൽ മുട്ടാമ്പുളി എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ പഴം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്രൂട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ പാക്കറ്റ് ചെയ്ത് കയറ്റി അയക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വിപണനം ചെയ്താൽ നമുക്ക് ആയിരങ്ങൾ വാരാൻ പറ്റുമോ, ആയിരങ്ങൾ നമുക്ക് ലാഭം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പലരും ഇപ്പോൾ ഓൺലൈനായിട്ടും മറ്റ് സോഷ്യൽ മീഡിയ വഴി ആമസോണും മറ്റ് പ്രോഡക്റ്റ് വെബ്സൈറ്റ് വഴിയൊക്കെ കണ്ടിട്ടായിരിക്കും ഗോൾഡൻ ഗൂസ്ബെറി എന്ന്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പലർക്കും സംശയം ഉണ്ടായിരിക്കും, ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടങ്ങയല്ലേ. അപ്പോൾ എന്താണ് ഈ ഗോൾഡൻ ഗൂസ്ബെറി എന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം ഗോൾഡൻ ഗൂസ്ബെറി സോൾനേഷ്യ ഫാമിലിപ്പെട്ട ഒരു ചെടിയാണ്. അപ്പോൾ സോൾനേഷ്യ ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, തക്കാളി, മുളക്, വഴുതനൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയൊരു ഫാമിലിയാണ് സോൾനേഷ്യ ഫാമിലി. അപ്പോൾ ഈ സോൾനേഷ്യ ഫാമിലിയിലെ ഫൈസാലിസ് പറഞ്ഞിട്ട് ജെനസ് ഉണ്ട്. ആ ഫൈസാലിസ് ജെനസിൽപ്പെട്ട ഒരു സ്പീഷീസ് ആണ് ഫൈസാലിസ് പെറൂവിയാന. ഫൈസാലിസ് പെറൂവിയാന പറഞ്ഞിട്ടുള്ളൊരു സ്പീഷീസ് ആണ് നമ്മൾ ഈ കാണുന്ന ഗോൾഡൻ ഗൂസ്ബെറി. അപ്പോൾ ഗോൾഡൻ ഗൂസ്ബെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി വർഗ്ഗത്ത് പെട്ടൊക്കെ ഒരു ചെടി തന്നെയാണിത്. അപ്പോൾ ഇതിന്റെ ജന്മദേശം എന്ന് പറഞ്ഞിട്ടുള്ള പെറു ആണ്. അതുകൊണ്ടാണ് ഇതിന്റെ സ്പീഷീസിന് പെറൂവിയാന എന്ന് പേര് കൊടുത്തത്. അപ്പോൾ പെറു ജന്മദേശമായിട്ടുള്ള ചെടി പെറുവിലെ ഇൻക ജനവിഭാഗം വളരെ കാലങ്ങൾക്ക് മുൻപേ കൃഷി ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂട്ട് കൂടിയാണ്. 18ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഈ സാധനം ഇംഗ്ലണ്ടിലേക്ക് എത്തിയത്. ഇംഗ്ലണ്ടിൽ ഇത് കൃഷി ചെയ്യുകയും അവിടുത്തെ രാജകുടുംബങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്ത ഒരു ചെടി കൂടിയാണ് ഫൈസാലിസ് പെറൂവിയാന. ഏകദേശം 19ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇത് സൗത്ത് ആഫ്രിക്കയിൽ എത്തുന്നത്. അവിടെ ഇത് ധാരാളമായിട്ട് കൃഷി ചെയ്തു. 20ാം നൂറ്റാണ്ടോട് കൂടിയാണ് പിന്നീട് ഇത് ലോകമെമ്പാടും പ്രചരിക്കുന്നത്. ലോകമെമ്പാടും പ്രചരിച്ച് അതിന്റെ ഭാഗമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലെത്തി, ഇന്ത്യൻ മാർക്കറ്റുകളിലെത്തി. അപ്പോഴേക്കാണ് നമ്മൾ മലയാളികൾ ഈ സാധനം കാണുന്നത്. നാട്ടിൽ തൊടിയിൽ കാണുന്ന ഞൊട്ടങ്ങ തന്നെയല്ലേ ഇതെന്ന് മലയാളികൾക്ക് സംശയം വന്നു. പക്ഷെ ഈ സംശയം ദൂരീകരിക്കാതെ തന്നെ എല്ലാവരും എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ശരിക്കുള്ള ഞൊട്ടങ്ങ തന്നെയാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടങ്ങ എന്താണെന്ന് നോക്കാം. അപ്പൊ ഈ ഞൊട്ടാഞ്ഞൊടി നമ്മുടെ സോൾനേഷ്യ ഫാമിലിപ്പെട്ട ഒരു ചെടിയാണ്, ഫൈസാലിസ് ജെനസ് ആണ്. പക്ഷെ സ്പീഷീസ് മാത്രം മാറ്റമുണ്ട്. നമ്മുടെ ഞൊട്ടാഞ്ഞൊടിന്റെ സ്പീഷീസ് ഫൈസാലിസ് മിനിമ എന്നൊരു സ്പീഷീസ് ആണത്. അപ്പൊ ഇതിന് സായിപ്പ് വിളിക്കുന്ന പേരാണ് കാട്ട് ഗൂസ്ബെറി അല്ലെങ്കിൽ പിഗ്മി ഗ്രൗണ്ട് ചെറി. ഒരേ ജെനസ് ആയതുകൊണ്ട് തന്നെ ചെടിയും ഫലവും ഒക്കെ കാഴ്ചയിൽ ഏകദേശം ഒരുപോലെ തോന്നിക്കും. പക്ഷെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഞൊട്ടാഞ്ഞൊടിനേക്കാളും വലുപ്പമുള്ള കായകളാണ് ഗോൾഡൻ ഗൂസ്ബെറിക്ക്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള മധുരമുണ്ട്, കൂടുതലായിട്ട് പ്രത്യേക രീതിയിലുള്ള ഫ്ലേവർ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടാഞ്ഞൊടിയെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും വലിപ്പം ഉണ്ടാവില്ല. വളരെ ചെറിയൊരു കായാണ് ഉണ്ടായിരിക്കുക. ആ കായ കഴിച്ചാൽ തന്നെ കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം, പ്രത്യേകിച്ച് മധുരം ഒന്നും ഉണ്ടാവില്ല. ഒരു ചമർപ്പോട് കൂടിയ ഒരു പുളി നിറഞ്ഞ ചെറിയൊരു മധുരമായിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് ഒരു ഫ്രൂട്ട് എന്ന നിലയിൽ നമുക്ക് വിപണനം ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. നവമാധ്യമങ്ങൾ വഴി പോസ്റ്റുകൾ ധാരാളമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പോകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഗോൾഡൻ ഗൂസ്ബെറിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടാഞ്ഞൊടിനും ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. കാരണം ഇത് രണ്ടും ടേസ്റ്റ് ചെയ്ത ഒരാൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ഫ്രൂട്ടുകളാണ്, രണ്ട് വ്യത്യസ്ത സ്പീഷീസ് ആണെന്ന്. ഏറ്റവും വലിയ തമാശ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളം ചാനലുകൾ വരെ, അതായത് TV ചാനലുകൾ വരെ ഈ ഗോൾഡൻ ഗൂസ്ബെറി തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടങ്ങയാണെന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിനെക്കുറിച്ച് ഡോക്യുമെന്ററി ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, മറ്റ് നവമാധ്യമങ്ങളിലെല്ലാം ഇത്തരം വീഡിയോസ് വളരെയധികം സ്പ്രെഡായി കിടക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന ഞൊട്ടങ്ങയാണ് ഈ ഗോൾഡൻ ഗൂസ്ബെറി എന്ന് വിചാരിച്ചിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുമുണ്ട്. ഒരു പ്ലാന്റിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന പ്ലാന്റ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുക. എന്നിട്ട് മാത്രം നമ്മൾ ആ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പാസ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ഡിസ്ലൈക്കും അതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ 2 ഫ്രൂട്ട് നിങ്ങൾ കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ ഗോൾഡൻ ഗൂസ്ബെറി ഒക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ പറമ്പിൽ കിട്ടുന്ന നമ്മുടെ ഗ്രൗണ്ട് പിഗ്മി ചെറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് താഴെ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ടൈപ്പ് ചെയ്യുക, എന്ത് വേണം ചെയ്യാം. എന്തായാലും നിങ്ങൾ നെഗറ്റീവ് കമന്റ് അടിച്ചാലും ഡിസ്ലൈക്ക് അടിച്ചാലും നാളെ ഞാൻ മറ്റൊരു വിഷയമായിട്ട് വരും. അപ്പൊ അതുവരെ ബൈ.